ക്യാബിനറ്റിൽ പോലും ആലോചിക്കാതെ, ക്യാബിനറ്റ് നിയോഗിച്ച സബ് കമ്മിറ്റിയായിട്ട് പോയിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നിട്ടാണ് 25 വർഷം കൂടെ നിലവിലുള്ള കമ്പനിക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. ഇത് കൊള്ളയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് മന്ത്രി ഇക്കാര്യം പറഞ്ഞപ്പോൾ മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ വൈദ്യുതി ബോർഡിലെ ഒരു കരാർ പുതുക്കുന്നത് മന്ത്രിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യം അറിഞ്ഞുകൂടെ? അദ്ദേഹം പറഞ്ഞു ചാർജ് വർദ്ധിപ്പിക്കാൻ മന്ത്രിയുടെ പെർമിഷൻ ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാ മന്ത്രി, എന്തിനാ ഇത്രയും ശമ്പളവും സ്റ്റാഫിനെയൊക്കെ കൊടുക്കുന്ന എന്തിനാ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. രാജിവെച്ച് മാത്രമേ കാണിക്കണം. അതല്ലാതെ ഈ കൊള്ളയ്ക്ക് അധികം കൂട്ടുനിൽക്കരുത്. ഇത് കൊള്ളയാണ്. ഇത് വെച്ച് ഓർപ്പിക്കാൻ സാധ്യമല്ല. ഇന്നലെ വ്യക്തമായിട്ട് കേസ് കൊണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ട്, ദീപദാസ് മുൻഷിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ചർച്ച? അങ്ങനെ ചാപ്റ്റർ ഇല്ല. ചാപ്റ്റർ തുറന്നാലല്ലേ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ചാപ്റ്റർ തുറന്നിട്ടില്ല. അല്ല, അതിൽ തൃശ്ശൂർ DCCയുടെ ആണ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് ഉടനെ ചെയ്യുന്നു. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അത്ര അർജന്റ് ഒന്നുമല്ല. പാർട്ടി വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അതിപ്പോഴില്ല. അങ്ങനെ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടില്ല. അത് ഓപ്പൺ ചെയ്താലല്ലേ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. തുറക്കാത്ത പോലെ എന്തിനാ അടയ്ക്കുന്നത്? എന്തിനാ? അത് അടുത്ത് തന്നെ വിളിക്കും, പാർലമെന്റ് കഴിഞ്ഞ ഉടനെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.